മാസ്റ്റർ അങ്ങ് ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഞങ്ങള് നേരത്തെ അങ്ങോട് പറഞ്ഞില്ലേ, അങ്ങക്ക് വേണ്ടി ഞങ്ങൾ ജീവൻ വരെ ത്യജിക്കാൻ തയ്യാറാണെന്ന്. രാജകുമാരി എവിടെയാണ്? അവരെ എവിടെന്നാ കൂട്ടിക്കൊണ്ട് പോകേണ്ടത്? ഇവിടെ തന്നെയുണ്ട്. രാജകുമാരി ആരും അറിയാതെ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അവരുടെ ജീവന് അപകടമുണ്ടാകും. ബഹുമാനപ്പെട്ട രാജകുമാരി, കമ്മിങ് പ്ലീസ്. മാസ്റ്ററെ, ഇത് രാജകുമാരി ആകാൻ സാധ്യതയില്ല. ശരിക്കും നോക്ക്, ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഒരു വശത്തുനിന്ന് നോക്കിയാലും എനിക്കിത് രാജകുമാരിയായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇവളുടെ സ്വഭാവം കൊണ്ടും യാതൊരു തരത്തിലും ഒരു രാജകുമാരിയുടേതാകാൻ സാധ്യതയില്ല. മാസ്റ്റർ മോട്ടു, നിങ്ങൾ എന്തിനാ എന്നെ കണ്ടിങ്ങനെ പേടിക്കുന്നേ? ഞാൻ വെറും 10 വയസ്സുള്ള ഒരു കുട്ടിയല്ലേ. നീ 10 വർഷം ഭൂമിക്ക് മുകളിലാണെങ്കിൽ 100 വർഷം ഭൂമിക്ക് അടിയില. മോട്ടു, നീ എന്റെ വാക്കുകൾ അനുസരിക്കുമെന്ന് എനിക്ക് നീ വാക്ക് തന്നതാണ്. ഞാൻ നിങ്ങളെ രണ്ടുപേരെയും അല്ലാതെ വേറെ ആരെയും വിശ്വസിക്കുകയുമില്ല. ഇവൾ നിങ്ങളുടെ അടുത്ത് മാത്രമായിരിക്കും സേഫ് ആയിരിക്കും. അതൊക്കെ ശരിയാണ് മാസ്റ്റർ, പക്ഷെ പ്രശ്നം അതല്ല. ഞങ്ങൾ ഇവന്റെ കൂടെ എത്ര സേഫ് ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട മാസ്റ്റർ ഹിംനരേഷ്. നിങ്ങളുടെ ആജ്ഞ ഞങ്ങൾ തീർച്ചയായും നിറവേറ്റും. ഉറപ്പായും ഇവളെ ഞങ്ങൾ കൊട്ടാരത്തിലേക്ക് സുരക്ഷിതമായി എത്തിക്കും. വളരെ നല്ലത്. യാത്ര തുടങ്ങാനുള്ള ഏർപ്പാടുകൾ ചെയ്തോളൂ. നിങ്ങൾക്ക് പോകാനുള്ള വഴിയുടെ മാപ്പ് ഞാൻ തരാം. അതെ രാജകുമാരി, നിങ്ങൾ ഇവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കരുത്. ഓക്കേ മാസ്റ്റർ. മാസ്റ്റർ മോട്ടു, ഇന്നു മുതൽ നമ്മൾ സുഹൃത്തുക്കളാണ്. ശരി ശരി. നിന്റെ കയ്യിലെന്താ? അയ്യോ ഇപ്പൊ കണ്ടില്ലേ മാസ്റ്റർ ഹിംനരേഷ്, ഇവളിങ്ങനെ പോകുന്ന വഴിക്കൊക്കെ ഞങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. മാസ്റ്റർ പത്ലു, മാസ്റ്റർ ഹിംനരേഷ് പറഞ്ഞത് അധികം ഒന്നും ശല്യം ചെയ്യരുതെന്നാ. എന്നാൽ അല്പമൊക്കെ ശല്യം ചെയ്യാമെന്നാ എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ബോറടിക്കുമല്ലോ. മാസ്റ്റർ മോട്ടു, ഒരു ചിലന്തിയെ കണ്ടിങ്ങനെ പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ അവനെ തോൽപ്പിക്കാം? അവൻ ശരിക്കും ഒരു അപകടകാരിയാണ്. ദേവരാജ്, സേനാപതി, അക്കുമ എന്നെ ഇവിടെ തടവിലാക്കിയ വിവരം നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് അറിഞ്ഞത്? മഹാരാജാവേ, 30 കൊല്ലമായിട്ട് ഞാൻ ഈ കൊട്ടാരത്തിൽ തന്നെയാണ് ഉള്ളത്. നിങ്ങളെ ഏതൊക്കെ സ്ഥലത്ത് ഒളിപ്പിച്ചു വെക്കാൻ പറ്റുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയും. മഹാരാജാവേ, നമ്മുടെ എല്ലാ സൈനികരും മന്ത്രിമാരും അവരുടെ പേടി കാരണം അക്കുമ ഭാഗത്തേക്ക് പോയി. പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ പുറത്തു വന്ന ഉടൻ തന്നെ എല്ലാവരും അങ്ങയുടെ കൂടെയായിരിക്കും. ഇത്രയും ധൃതി എന്തിനാണ്? കുറച്ചു നേരം എനിക്ക് വേണ്ടി കാത്തിരുന്നൂടെ? വിശ്വാസം അത് വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അത് നിങ്ങൾ എന്നോട് കാട്ടുവാണെങ്കിൽ അവരെ വിടൂ. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിങ്ങൾ രണ്ടുപേരും എനിക്ക് ദ്രോഹം ചെയ്തിരിക്കുന്നു. ദ്രോഹികളെ, എന്റെ അനുമതിയില്ലാതെ നിങ്ങളുടെ മഹാരാജാവിനെ ആർക്കും അറിയാതെ പുറത്തു കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അല്ലേ? നിങ്ങൾക്കിതിന് തീർച്ചയായും ശിക്ഷ കിട്ടും. അരുത്! ദ്രോഹം ചെയ്തത് നീയാണ് അക്കുമ. നീ എന്റെ ഒരു ബന്ധക്കാരനാണ്. എന്റെ പിതാവ് നിന്നെ വളരെയധികം സ്നേഹത്തോടെയാണ് വളർത്തിയത്. പക്ഷെ നീ ഞങ്ങളെ ചതിച്ചു. മുഴുവനും തന്നിട്ടില്ല. എനിക്ക് രാജസിംഹാസനം തന്നിട്ടില്ല. എനിക്ക് കൂടുതൽ മാന്ത്രിക ശക്തികളുള്ള ആ സ്ഥലത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടേയില്ലല്ലോ. നിങ്ങൾ എല്ലാവരും ചേർന്ന് അതിനെ സംരക്ഷിക്കുകയാണല്ലേ? പക്ഷേ നിങ്ങൾ അതിനെ ഉപയോഗിക്കുന്നില്ല. കാരണം നിനക്ക് അതിനുള്ള യോഗ്യതയില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. നീ എന്നെ ചതിച്ച് സത്യം പറയിപ്പിക്കുന്ന ഒരു മന്ത്രമായിരുന്നു തന്നിട്ട് നീ എന്നിൽ നിന്നെല്ലാം പിടിച്ചെടുത്തു. മന്ത്രശക്തികൾ എവിടെയുണ്ടെന്ന് ഞാൻ അറിയാതെ പറഞ്ഞുപോയി. അവസാനം നീ എന്നെ തടവിലാക്കി എന്നിൽ നിന്നുള്ള ശക്തികൾ മുഴുവൻ നീ പിടിച്ചെടുത്തു. മുഴുവനുമല്ല, ഒരെണ്ണം ബാക്കിയുണ്ട്. ആ ഒരു ശക്തി നിന്റെ മകൾ രാജകുമാരിയുടെ അടുത്താണ് ഉള്ളത്. എല്ലാ മുറിവുകളെയും ശരിയാക്കുന്ന ശക്തി. ഒരു മനുഷ്യന് എത്ര മുറിവേറ്റാലും
എന്റെ മകൾ രാജകുമാരി ആ മുറിവിൽ കൈവച്ച് അതിനെ ശരിയാക്കുമല്ലേ? എനിക്ക് ആ ശക്തിയും വേണം. അതിന് എന്റെ മകളെ എനിക്ക് വേണം. അവളെ നിനക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല, ഒരിക്കലുമില്ല. എന്റെ മകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ അവളുടെ ശക്തിയെ കൈക്കലാക്കും. എന്നിട്ട് എനിക്ക് എന്നേക്കും മരണമില്ല, മരണമില്ല. ഞാൻ ഈ ലോകം മുഴുവനും ഭരിക്കും. എന്നാ ശരി മഹാരാജൻ, ഞാൻ പോവുകയാണ്. ഞാൻ നിങ്ങളുടെ മകൾ രാജകുമാരിയെ വരവേൽക്കണ്ടേ? അതിന് വേണ്ട എല്ലാം ചെയ്യണം. ജീവിതകാലം മുഴുവനും ആസ്വദിക്കണം. അതിനുശേഷം അവസരം കിട്ടിയില്ല എന്ന് ഒരിക്കലും വിഷമിക്കരുത്. അരുത്, അരുത്, വേണ്ട, വേണ്ട, വേണ്ട. അവളെ വെറുതെ വിട്ടേക്ക്. നീ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ. മാസ്റ്റർ, ഇയാൾ എന്തായി ചെയ്യുന്നേ? എന്തോ മാജിക് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നോട് ഏറ്റുമുട്ടാൻ ഈ ലോകത്തിന് ശക്തി പോരാ. എന്നെ കണ്ട് വേണം ഈ ലോകം പേടിക്കാൻ, അല്ലാതെ ഞാൻ ഈ ലോകത്തെ കണ്ട് പേടിക്കില്ല. അയ്യോ, മാസ്റ്റർ, ഓടിക്കോ. അയ്യോ, നമ്മൾ പറയുന്നത് ഇനിയിപ്പൊ നമ്മൾ ആരോട് എങ്ങനെ വഴക്കിടും? മോട്ടു മുകളിലേക്ക് നോക്ക്, അവിടെ. ഇവരോട് നമ്മൾ ഈഗിൾ സ്റ്റൈലിൽ വഴക്കിട്ടാ പറ്റൂ. മേലെ ചെന്ന് എന്താണ് ചെയ്തത്? ഗംഭീരം മാസ്റ്റർ മോട്ടു. Come on, മോട്ടു. ഐഡിയ. അരുത്. ഇപ്പൊ ഒട്ടകം മലയുടെ താഴെ എത്തിയില്ലേ? നമ്മുടെ ഒട്ടകം എവിടെയാ പത്തിലു? അതിനെ നമ്മൾ എവിടെയോ വിട്ടിട്ട് വന്നല്ലോ. മോട്ടു അത് വെറുതെ ഒരു പഴഞ്ചൊല്ല് പോലെ പറഞ്ഞതാ. അയാൾ രക്ഷപ്പെട്ടു തോന്നുന്നേ. രക്ഷപ്പെട്ട ശീലമില്ല, ഓടിച്ചാണ് ശീലം. ചെയ്യരുത്, വിട്ടേക്ക്, വിട്ടേക്ക്. രാജകുമാരി, എനിക്ക് നിന്നോട് യാതൊരു വിരോധവുമില്ല. എന്റെ കയ്യില് ജനങ്ങളുടെ മുറിവുകൾ ശരിയാക്കുന്ന ആ അത്ഭുത ശക്തിയുണ്ട്. ഞാൻ അതിനെ നിന്റെ അടുത്തുനിന്ന് എടുക്കാനാണ് വന്നത്. എന്നിട്ട് നിന്നെ വിട്ടേക്കാം. താങ്ക് യു പത്ലു സർ. താങ്ക് യു മാസ്റ്റർ മോട്ടു. You are very welcome, princess dear. വരൂ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാം. അതാണ് ക്യാബ്.
ഓഹോ, എന്തൊരു ഭംഗിയാടാ. മാസ്റ്റർ മോട്ടു പത്തിലു വേഗം വാ. നിക്ക് രാജകുമാരി. ഞാനാ പറഞ്ഞേ. വരൂ മാസ്റ്റർ, നല്ല രസമുണ്ട് ഇതിൽ. അയ്യോ, ഒന്ന് നിക്ക്. എന്ത് രസായി ഈ യാത്ര. നന്നായിരിക്കുന്നു. വാ രാജകുമാരി, എന്റെ അടുത്തേക്ക് വാ. വാ, ഞാൻ നിന്നെ വരവേൽക്കാൻ തയ്യാറാണ്. ഇല്ല, മാസ്റ്റർ മോട്ടു പത്തിലു സഹായിക്കൂ. അയാൾ എനിക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. രാജകുമാരി. കാണിക്കുന്നതിന്റെ തോന്നിവാസം. ഈ ആര് പറഞ്ഞാലും നീ കേൾക്കില്ലല്ലോ. മോട്ടു ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ കൺട്രോൾ. വരൂ, നമുക്ക് ഇവിടെ നിന്ന് ഒന്നിച്ച് ചേർന്ന് റോൾ ചെയ്ത് പോവാം. റോൾ 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 റോൾ. താങ്ക് യു മാസ്റ്റർ. അവർ മഞ്ഞിനടിയിൽ മൂടിപ്പോയി. ഹേ. രാജകുമാരി നമസ്കാരം. എല്ലാരും നിങ്ങൾക്ക് വേണ്ടിയാണ് കാത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ ഐസ് സ്കേറ്റ് എടുത്തോട്ടെ. ഹാ ഹാ. ഞാനിതാ കൊട്ടാരത്തിലേക്ക് പോകുന്നു. താങ്ക് യു. മാസ്റ്റർ മോട്ടു പത്തിലു വേഗം വാ. ഇനിയൊരു അപകടവുമില്ല. നമ്മളിതാ എത്തിക്കഴിഞ്ഞു. ഞങ്ങള് രാജകുമാരിയെ കൊണ്ടുവന്ന ആൾക്കാരാ. നിങ്ങളുടെ സ്നോ ബൈക്ക് ഒന്ന് എടുത്തോട്ടെ. ആ എടുത്തോളൂ. ഞങ്ങളുടെ അടുത്തുള്ളതെല്ലാം അദ്ദേഹത്തിന്റെ ആണല്ലോ. കൊട്ടാരം എവിടെയുള്ളത്? ദേ അങ്ങോട്ട് നോക്കിയേ. നല്ല ഉയരമുള്ള മല. പക്ഷേ അപ്പുറത്ത് സ്നോ ഒന്നും ഉണ്ടാവില്ല. നോ ഐസ്. താങ്ക് യു. രാജകുമാരി, ഞങ്ങള് ദേ വരുന്നു. വിട്, എന്നെ വിട്. നീ വിടാൻ. രാജകുമാരി എവിടെയാണുള്ളത്? രാജകുമാരി എവിടെയാണുള്ളത്? രാജകുമാരി എവിടെയാണുള്ളത്? എവിടെ പോയി പെണ്ണ്? ഒരു പ്രാവശ്യം കൈ കിട്ടിയ നല്ല പെടപെടക്കും ഞാൻ. അത് അവളുടെ ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കും. ഒരിക്കലും അവള് മറക്കുകയില്ല. കൺട്രോൾ കൺട്രോൾ. അവള് രാജകുമാരിയാണ്. അല്ല, ഈ സ്നോമാന്റെ ബാക്ക് എന്താ അങ്ങനെ എപ്പോഴും ആടിക്കൊണ്ടിരിക്കുന്നേ? നമ്മൾ അവിടുന്ന് വരുമ്പോ ബാക്ക് അവിടെയായിരുന്നു. ഇവിടേക്ക് വന്നപ്പോഴും ബാക്കാ കാണുന്നത്. എങ്ങനെ ഇത് തിരിഞ്ഞത്? മാസ്റ്റർ. അവിടെയുണ്ട്. വിട്. ശരി, വാ പത്ലു. വിട്ടോ. രാജകുമാരി, ഞാൻ നിന്നെ പിന്നെ നോക്കിക്കോളാം. ആദ്യം ഇവർ രണ്ടുപേരെ ഞാൻ തീർത്തേക്കാം. ഞാൻ പറഞ്ഞില്ലേ, ജീവിതമുള്ളവരെ ആസ്വദിക്കണമെന്ന്. പിന്നീട് ഞാൻ അവസരം തന്നില്ല എന്ന് നിങ്ങൾ വിഷമിക്കരുത്. വേണ്ട വേണ്ട വേണ്ട. Thank you, രാജകുമാരി. യു ആർ വെൽക്കം. വരൂ, വേഗം ഇവിടുന്ന് പോവാം. ജീവനുള്ളത്ര നാള് സന്തോഷമായിട്ട് ജീവിക്ക്. പിന്നീട് പറയരുത് ഞാൻ നിനക്ക് അവസരം തന്നില്ല എന്ന്.
നിങ്ങൾ എന്നെ വീണ്ടും വീണ്ടും രക്ഷിച്ചിരിക്കുകയാണ്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കഷ്ടപ്പാടുകൾ നൽകിക്കൊണ്ടിരുന്നു. അത് സാരമില്ല, നിങ്ങളൊരു രാജകുമാരിയല്ലേ. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. ചെറിയ കുസൃതിത്തരമൊക്കെ സാരമില്ല, പക്ഷെ ബുദ്ധിമുട്ടുള്ള ഒരു സമയത്താണെങ്കിൽ നന്നായിട്ട് ബുദ്ധി ഉപയോഗിച്ച് വിവേകത്തോട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ശരി മാസ്റ്റർ, ഞാനിനി അങ്ങനെ ചെയ്തോളാം. Watch India's largest kids library only on Jio Hotstar. Download the app now.